സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സുപ്രീം കോടതിയെ സമീപിക്കാനും കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. SIRന്റെ ഭാഗമായുള്ള നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കണമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനിച്ച ഡിസംബർ 20-ന് ശേഷം മാത്രമേ ആരംഭിക്കാവൂ എന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം. എന്നാൽ ഇന്നലെ വാദം കേട്ട ശേഷം SIRന് അടിയന്തര സ്റ്റേ നൽകാനാവില്ലെന്ന് അറിയിച്ച ഹൈക്കോടതി ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നതാകും ഉചിതമെന്ന് നിർദ്ദേശിച്ചിരുന്നു. SIRുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നത് സുപ്രീം കോടതിയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളുടെ കേസുകളെല്ലാം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, SIR തുടരാൻ അല്ലെങ്കിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഇപ്പോൾ തീർപ്പായിരിക്കുകയാണ്. സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട കേരളം ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊപ്പം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കൂടി വരുന്നതുകൊണ്ട് അത് വലിയ രീതിയിൽ ഉദ്യോഗസ്ഥ ക്ഷാമത്തിന് കാരണമാകും. അതോടൊപ്പം തന്നെ ഒരു ഭരണസ്തംഭനത്തിലേക്ക് പോയേക്കാമെന്ന കാരണമടക്കം സംസ്ഥാനം ചൂണ്ടിക്കാണിച്ചിരുന്നു. സംസ്ഥാനത്തിൻ്റെ വാദങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണെന്നും നേരത്തെ തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ യോഗങ്ങളെല്ലാം തന്നെ നടത്തിയതാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് കേന്ദ്രം കോടതിയിൽ വാദിച്ചൊരു കാര്യം. എന്തായാലും ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി പറഞ്ഞത് ഈ SIRുമായി ബന്ധപ്പെട്ട ഹർജികളെല്ലാം സുപ്രീം കോടതിയിലല്ലേ, സുപ്രീം കോടതിയെ സമീപിച്ചുകൂടെ എന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർദ്ദേശവും ഹൈക്കോടതി ഇന്നലെ സംസ്ഥാനത്തിന് നൽകുകയുണ്ടായി. തുടർന്നാണ് ഇതിൽ ഉത്തരവ് പറയാനായി, ഈ ഹർജിയിൽ ഉത്തരവ് പറയാനായി ഇന്നത്തേക്ക് മാറ്റിയത്. എന്തായാലും ഹർജി ഹൈക്കോടതി തീർപ്പാക്കി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നതാണ് ഉചിതമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഈ ഹർജി ഹൈക്കോടതി ഇപ്പോൾ തീർപ്പാക്കിയിരിക്കുകയാണ്. ഭരണസമരം അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് SIR തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ SIR കൂടെ നിർത്തിവെക്കണമെന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം സമർപ്പിച്ച ഹർജിയിൽ പ്രധാനമായും ഉണ്ടായിരുന്നൊരു കാര്യം ഭരണസമരം ഉണ്ടാകും. ഈ രണ്ട് കാര്യങ്ങളും കൂടെ വരുന്നതുകൊണ്ട് ഉദ്യോഗസ്ഥക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഭരണസമരം ഉണ്ടാകും. കൂടാതെ SIR പ്രായോഗികമല്ല തുടങ്ങിയ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഈ ഹർജി ഇപ്പോൾ ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുകയാണ്. സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ശരി. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സുപ്രീം കോടതിയെ സമീപിക്കാനും കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കുടുംബ കോടതിയിലെ കേസ് തീർക്കാൻ കക്ഷി നൽകിയ പണം തട്ടിയ അഭിഭാഷകയെ അറസ്റ്റ് ചെയ്യാത്തതിൽ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിക്ക്